വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ചാട്ടുകര ബസ് സ്റ്റോപ്പിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിലെ ഒരു 3 BHKയുടെ വിശേഷങ്ങളുമായിട്ടാണ്. കോമ്പിനേഷൻ എലിവേഷനിൽ വന്നിട്ടുള്ള ഈ ഒരു വീട് 4 മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വരുന്നത്. റോഡിൻ്റെ എൻഡിലായിട്ടാണ് ഈ വില്ലയിൽ കോമൺ കിണർ വന്നിട്ടുള്ളത്. വളരെ മനോഹരമായി ക്ലാഡിംഗ് ടൈലും ലൈറ്റുമൊക്കെ കൊടുത്താണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും കോമ്പൗണ്ട് വാളിൽ നൽകിയിട്ടുണ്ട്. 4.8 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച ഒരു മുറ്റത്തേക്കാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് വലിയൊരു കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. 15.5 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണുള്ളത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വിരിച്ചിരിക്കുന്നത്. 2 വീലർ പാർക്കിങ്ങിനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ തെക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണുള്ളത്. 6.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ബാക്ക് സൈഡായി വരുന്ന ഈ ഒരു പോർഷൻ ടൈല് കൊണ്ട് ഫ്ലോറിംഗ് ഒക്കെ ചെയ്താണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയയാണ് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഇൻ്റർലോക്ക് ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വിട്ട് വരുന്നത്. ഇൻ്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഇവിടെ നൽകിയിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 11.5 അടി നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഒരു 3 ചെയർ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഇടാവുന്നതാണ്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോറും കിഴക്ക് ദർശനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. മഹാഗണിയിൽ 2 പാളികളായിട്ടാണ് ഇവിടെ ഈ ഒരു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിങ് സ്പേസിലേക്ക് വരാം. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിങ് സ്പേസ് വരുന്നത്. 10.5 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിങ് സ്പേസിൽ ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് വലിയ 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വിൻഡോ ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ടൈലാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത മനോഹരമായ ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ TV യൂണിറ്റ് ഇവിടെയായിട്ടാണ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ TV യൂണിറ്റിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇവിടെയായിട്ടൊരു പാനലിംഗ് വർക്ക് കാണാം. വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസാണ് ഈ വീടിന് ഉള്ളത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് വരുന്നത്. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ റൂം അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ വരുന്നത് ഈ ഒരു ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്.
സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകൾ ചെയ്ത് ക്ലോസ് ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് വരുന്നത്. ഡൈനിങ് സ്പേസും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചണിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 11 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് നൽകിയിരിക്കുന്നത്. നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ നൽകിയിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസും ഈ ഒരു കിച്ചണിന് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 12.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഗ്ലോസി ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഫാനോടും കൂടിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ജാഗോറിൻ്റെ ഡൈവേർട്ടർ, കൂടാതെ ഈ ബാത്റൂമിന് ഹീറ്ററിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു വോളിലായി പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ വീടിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലാണ് ഉള്ളത്. 11 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിൽ ഉള്ളത്. ഇത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോ നൽകി പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ കൂടി മനോഹരമായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ റൂം അറേഞ്ച്മെൻ്റ് ഒന്ന് നോക്കാം. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് ഒരു TV യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് യൂട്ടിലിറ്റി റൂമിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകൾക്കെല്ലാം തന്നെ സ്കിൻ ഡോർസ് ആണ് നൽകിയിരിക്കുന്നത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റിലേക്ക് ഒരു 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോ പാനലിംഗ് വർക്കൊക്കെ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ നൽകിയ ഈ ഒരു ബെഡ്റൂമിൻ്റെ വാൾഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റ് ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്.
ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണി വരുന്നത്. 11 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ബാൽക്കണിയുടെ ഇവിടെ നൽകിയിരിക്കുന്ന പില്ലറിന് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സീലിംഗ് വർക്കുകളും ഈ ഒരു ബാൽക്കണിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി റൂമിലേക്ക് വരാം. 11.5 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു റൂമിന് ഉള്ളത്. ഇവിടെയായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഈ വിശാലമായ യൂട്ടിലിറ്റി റൂം നമുക്ക് ഒരു സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആയി കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.4 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 6.2 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 5.9 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7.9 കിലോമീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്റർ. ഇതാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. 3 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 60 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.